ഇത് നമ്മുടെ നായിക. എല്ലാ പേരോടും ഒരകലം പാലിക്കുന്ന, മറ്റുള്ളവരോട് സ്വന്തം അഭിപ്രായം പറയാൻ മടിക്കുന്ന, അധികം സംസാരിക്കാത്ത ഒരു കുട്ടി. വീട്ടിലും അവൾ അധികം സംസാരിക്കാറില്ല. അമ്മ സംസാരിക്കാൻ ശ്രമിച്ചാലും കുറച്ച് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോകും. അവളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ വിശ്വസിക്കാൻ അവൾ വിസമ്മതിക്കും. കുറ്റപ്പെടുത്തിയാൽ അതോർത്ത് വിഷമിക്കും. കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യത തകർത്ത ബാല്യം, ചെറുപ്പത്തിൽ ലഭിച്ച അവഗണനകളും ബന്ധുക്കളുടെ കുത്തുവാക്കുകളും എല്ലാം അവളുടെ ആത്മാഭിമാനം പാടെ തകർത്തിരുന്നു. അവളെ ശ്രദ്ധിച്ച അധ്യാപിക ഒരു ദിവസം അവളോട് പറഞ്ഞു, കുട്ടി, എവിടെയും നിന്റെ സാന്നിധ്യമുണ്ടായിട്ട് കാര്യമില്ല. നീ എന്ന വ്യക്തി ഓരോ സാഹചര്യങ്ങളോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. ആ വാചകം ഒറ്റ രാത്രി കൊണ്ട് അവളെ മാറ്റിയില്ല, പക്ഷേ അതവളെ ചിന്തിപ്പിച്ചു. ആ ദിവസം അവൾ തൻ്റെ ഒളിച്ചോട്ടം നിർത്തി. കണ്ണാടിയിൽ നോക്കി ആദ്യമായി അവളോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ അതിജീവിച്ച് മുന്നേറാൻ പരമാവധി പരിശ്രമിച്ച എന്നെ ഞാൻ വെറുക്കുന്നത്? ഞാൻ എന്നെ ഓർത്ത് അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ഓർക്കുക, ആത്മാഭിമാനം ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പടുക്കുന്നതല്ല. എന്നാൽ ഓരോ പ്രാവശ്യവും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുമ്പോഴും മുൻകൈയെടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ കൂടുതൽ ശക്തരാകും. നിങ്ങൾ ഒട്ടും മോശമല്ല, ഒരിക്കലും തോൽക്കാൻ ജനിച്ചവരുമല്ല. സ്വയം വ്യക്തമായി എങ്ങനെ കാണണമെന്ന് നിങ്ങൾ മറന്നുപോയി. സ്വന്തം മൂല്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ലോകവും നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. ആത്മാഭിമാനം അഭിമാനമല്ല, അത് അതിജീവനമാണ്.